ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു ചെറിയൊരു ടിപ്സും കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ടിപ്സ് നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ മാറി മുഖം നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ് കേട്ടോ. മെയിനായിട്ട് ചുളിവുകൾ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞും കിട്ടും. ഇത് നമുക്ക് ഡെയിലി തേക്കാവുന്നതാണ്, നമ്മുടെ മുഖത്തങ്ങ് തേക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് അങ്ങ് കിടക്കാം. അപ്പം ഇന്നത്തെ ടിപ്സ് ഞാൻ പറയില്ലേ, മുഖത്തെ ചുളിവുകൾ നല്ല വണ്ണങ്ങ് കുറയും, പിന്നെ മുഖം നല്ല നിറം വയ്ക്കും. അത്രയ്ക്ക് നല്ല ഒരു പാക്കാണിത്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്താണെന്ന്. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനമാണ് തൈര്. അപ്പോൾ ഈ പാത്രം ഉണ്ടല്ലോ, പാത്രവും വെള്ള കളറ്, ഇതിനകത്തിരിക്കുന്ന തൈരും വെള്ള കളറ്. നല്ല കട്ട തൈരാട്ടോ ഇത്. തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ക്രബും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് സ്ക്രബ് കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് സ്ക്രബും കൂടെ ചെയ്ത് ഈ ഒരു പാക്കും കൂടെ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ക്രബിനായിട്ട് എടുത്തേക്കുന്ന സാധനമാണ് പഞ്ചസാര. അപ്പം പഞ്ചസാരയും തൈരുമാണ് ഇന്നത്തെ താരം കേട്ടോ. അപ്പം ഞാൻ പറയില്ല, നമുക്ക് ഡെയിലി നമുക്ക് തേക്കാമെന്ന്. പഞ്ചസാര തേക്കണം എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ ഒരു സ്ക്രബ് ഒരു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കണത്. നമുക്ക് തൈര് നമുക്ക് ദിവസം തേക്കാൻ പറ്റുന്നൊരു സാധനമാണ് തൈര്, പാല്, തക്കാളി. ഇനി ഇതൊക്കെ നമുക്ക് ദിവസം തേക്കാവുന്ന കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് തൈര് തന്നെ മുഖത്ത് തേച്ചിട്ട്, ഇപ്പോൾ വെയിലൊന്നുമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ തൈര് അങ്ങനെ തേക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് തൈര് തേക്കാം. തൈര് തേക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തുള്ള കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കുറയും. പിന്നെ മുഖത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു കറുത്ത കുത്തുകളും ഉണ്ടാവില്ലേ, അതൊക്കെ മാറും. പിന്നെ എന്താ പറയുക, നമ്മുടെ ചുളിവുകൾ, നമ്മുടെ നെറ്റിയിൽ കാണുന്ന കുഞ്ഞു ചുളിവുകളൊക്കെ ഉണ്ട്. നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ കാണുന്ന ചുളിവുകൾ, നമുക്ക് ആ നെറ്റിയിലാണ് ആദ്യം ചുളിവുകളൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ നെറ്റിയിലുണ്ടാകുന്ന ചുളിവുകൾ ഇതൊക്കെ നല്ലവണ്ണം കുറയാൻ ഈ തൈര് നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പം നമുക്ക് തൈരും പഞ്ചസാരയും ചേർന്ന ഒരു പാക്ക് നമുക്ക് ഇട്ടേക്കാം. അപ്പം തൈര് ഞാൻ എടുത്തത് ഒരു 1.5 സ്പൂൺ അളവിലെടുത്തത്. ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഞാനൊരു നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. നമുക്ക് ഈ പഞ്ചസാരയില്ലേ, പഞ്ചസാര ഞാനൊരു സ്പൂൺ അളവിലാണ് പഞ്ചസാര എടുത്തത് കേട്ടോ. ഇവിടെ വെട്ടം കാണുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് എടുത്ത് പറയണത്. ആ പഞ്ചസാര തന്നെയാണ്, കണ്ടില്ലേ, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ. പഞ്ചസാര, പാത്രവും വെള്ള, പഞ്ചസാര വെള്ള, തൈരും വെള്ള, പാത്രവും വെള്ള. അപ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാരയിലോട്ട് നമുക്ക് തൈര് അങ്ങ് ചേർക്കാവേ. നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ഇത്തിരി നേരമൊന്നും വെക്കേണ്ട, കാരണം പഞ്ചസാര പെട്ടെന്ന് മെൽറ്റ് ആവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ മുഖത്തങ്ങ് തേച്ചെടുക്കാവേ. മുഖം നല്ല വൃത്തിയിലങ്ങ് കഴുകാൻ മറക്കല്ല കേട്ടോ. പിന്നെ സ്ക്രബൊക്കെ ചെയ്യും നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണ ഉപയോഗിച്ചാൽ മതി. ഡെയിലി സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ഒരുപാട് മുഖക്കുരുള്ളവരൊക്കെ ആണെങ്കിൽ തൈരൊന്നും ഉപയോഗിക്കണ്ട കേട്ടോ. ചിലപ്പം അലർജിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞു കുരുക്കളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ തൈര് ഉപയോഗിച്ച് ഒരു കുഴപ്പമില്ല. നല്ല വൃത്തിയൊന്ന് കഴുകി കളഞ്ഞാൽ മതി. നമ്മളിത് തൈര് മുഖത്ത് തേച്ച് ഒരുപാട് നേരം, അതായത് 1-2 മണിക്കൂറൊന്നും മുഖത്ത് വെക്കണില്ലല്ലോ, ഒരു 20 മിനിറ്റല്ലേ വെക്കുന്നുള്ളൂ. പിന്നെ തൈര് അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ തൈര് തേക്കണ്ട കേട്ടോ. മൂക്കിൻ്റെ ഈ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറാൻ
അടിപൊളി ഒരു ടിപ്പാണ് ഇത്. നമുക്കിത് കാലിലൊക്കെ ഉണ്ടെങ്കിൽ കാലിൽ എന്താ പറയുക, നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു കറുത്ത പാടപ്പ് പോലെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറാനൊക്കെ ഈ തൈര് വെച്ചുള്ള പാക്കുകളൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഇത് മുഖത്ത് മാത്രം തേക്കാം, നമുക്ക് കാലിലും കൈകളിലും ഒക്കെ നമുക്ക് തേക്കാം. നമുക്ക് വെളിയിൽ നിന്ന് ഒരു സാധനം മേടിക്കേണ്ടല്ലേ. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ തൈര്, എല്ലാവരും വീട്ടിലും തൈരൊക്കെ ഉണ്ടാവുമല്ലോ, തൈരില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല, ചുരുക്കമായിരിക്കും. പിന്നെ കടകളിൽ മേടിക്കുന്ന തൈര് ഞാൻ പറയില്ല, അത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന തൈരാണ് ഏറ്റവും നല്ലത്. ഇവിടെ തൈര് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ടിന്ന് നിറച്ചും തൈരാണ്. ഇവിടെ അമ്മയ്ക്ക് ഇച്ചിരി തൈരൊക്കെ വേണം ചോറ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മളെന്നും തിളപ്പിച്ച പാല് ഒഴിച്ച് വയ്ക്കും. അതുകൊണ്ട് ഇഷ്ടമാതിരി തൈരുണ്ട്. ഇനി ആർക്കെങ്കിലും തൈര് ഇല്ലാത്ത വീടുകളുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യണം. ഞാനിത് മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ, കഴുത്തിൽ തേക്കണില്ല. നിങ്ങൾ തേക്കുമ്പം കഴുത്തിലൊക്കെ തേക്കാൻ മറക്കല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴുത്തിൽ തേക്കുവാണെങ്കിൽ ഡ്രസ്സിലേക്കാവും. കാരണം വൈകുന്നേരം പിള്ളേരെ കൂട്ടാൻ പോകണം, സ്കൂളിൽ കൂട്ടാൻ പോകാനുണ്ട്. നമ്മൾ അതുകൊണ്ട് കഴുത്തിൽ തേക്കുന്നില്ല. വൈകുന്നേരം കുളിക്കാൻ നേരത്ത് കഴുത്തിൽ തേക്കാം. അപ്പോൾ നല്ല വണ്ണങ്ങ് സ്ക്രബ് ചെയ്യുക. പിന്നെ നമ്മൾ ഞാൻ എപ്പം പറയല്ലേ, കവിളിൽ നമ്മളിങ്ങനെ ഇതുപോലെ ഒന്ന് മസാജ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കവിളൊക്കെ വീർക്കാൻ നല്ലൊരു ടിപ്പാണ് കേട്ടോ. പിന്നെ കണ്ണിൻ്റെ സൈഡ് തേക്കുമ്പം ഇതിപ്പോൾ പഞ്ചസാര തരിയൊന്നുമില്ലേ, നമുക്ക് കണ്ണിന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഇതിങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയേ. പഞ്ചസാര ഉണ്ടെങ്കിൽ തേക്കരുത് കേട്ടോ. ഇവിടെ പഞ്ചസാര വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തത്. കണ്ണിന് ചുറ്റുമുള്ള കറുത്തപാടും പിന്നെ ചുളിവുകളും ഒക്കെ കുറയാൻ തൈര് നല്ല സൂപ്പറാണ്. നമ്മൾ തൈര് എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരയൊഴിച്ച് പാലൊരയൊഴിച്ച് വെച്ച തൈര് തന്നെ എടുക്കുക. കടകളിൽ മേടിക്കുന്ന തൈരിന് അത്ര ഗുണമൊന്നും കിട്ടില്ല കേട്ടോ. എനിക്ക് കിട്ടുന്ന തൈരൊക്കെ വെള്ളം പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ കട്ട തൈര് ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ നല്ലവണ്ണം ഒരു 5 മിനിറ്റ് പതുക്കെ ആയിട്ട് സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് നമുക്ക് തുടച്ച് മാറ്റാം. അപ്പോൾ ഞാനതാ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ഒരു 2 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയിലങ്ങ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. സോപ്പൊന്നും ഉപയോഗിക്കുക, ചുമ്മാ ജസ്റ്റ് കഴുകിയാൽ മതി. ഒരു എണ്ണമയം പോലും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഈ പാക്കും കൊണ്ട് ഇട്ടുകൊടുക്കാം. ഇനി ഞാൻ തൈര് മാത്രം മുഖത്ത് തേക്കുന്നുള്ളൂ കേട്ടോ. കട്ടിയിലങ്ങ് ഇട്ടുകൊടുക്കാം. ഞാൻ കണ്ണിൻ്റെ സൈഡിൽ തേച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനും കരുവാളിപ്പൊക്കെ മാറാനും എന്ത് വേണ്ട, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ തന്നെ നന്നായിട്ട് മാറിക്കിട്ടും. അത്രയ്ക്ക് നല്ല ഒരു മാജിക് പാക്കാണ് കേട്ടോ ഇത്. ഈ തൈര് ഇതുവരെ ഉപയോഗിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ രീതിയിലൊന്ന് ഉപയോഗിച്ച് നോക്കട്ടോ. നല്ല റിസൾട്ട് ഉണ്ടാവും. സ്ക്രബ് നമുക്ക് ദിവസം തേക്കണ്ട, പാക്ക് ഈ തൈര് ഇതുപോലെ തന്നെ കട്ടിയിൽ തന്നെ അങ്ങ് തേച്ച് കൊടുത്തോളൂ കേട്ടോ. ഞാനിതാ കഴുത്തിലൊന്നും തേക്കണില്ലേ, മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ. ഈ തൈര് നമുക്ക് കൈകളിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കൈകളിൽ ആ ചുളിവുണ്ടാവില്ലേ, അതൊക്കെ കുറയാനൊക്കെ നല്ല ഒരു എന്താ പറയുക, അതൊക്കെ കുറയാനൊക്കെ നമ്മളെ സഹായിക്കും. പിന്നെ ഇതാ നെറ്റിരി സൈഡിൽ നമുക്ക് ഇവിടെയൊക്കെ ചുളിവുകൾ വരുന്നേ, ഇവിടെയൊക്കെ നമുക്ക് നല്ല വൃത്തിയിലൊന്ന് ഇതുപോലൊന്ന് മസാജ് ചെയ്ത് മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ.
എൻ്റെ ഓയിൽ സ്കിന്നാണ്, പക്ഷേ എനിക്ക് തൈര് അത്രയും പ്രശ്നമില്ല. നിങ്ങൾ നല്ല ഓയിൽ സ്കിന്നുള്ളവരൊക്കെ ആണെങ്കിൽ, ഒരുപാട് കുരുക്കളുള്ളവരൊക്കെ ആണെങ്കിൽ തൈര് തേക്കേണ്ട ചിലപ്പോൾ അലർജി ചൊറിച്ചിലൊക്കെ ഉണ്ടാവേ. കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് തേച്ചിട്ട് കടലമാവ് ഉപയോഗിച്ച് മുഖം നല്ല വൃത്തിയിലൊന്ന് കഴുകിയാൽ മതി കേട്ടോ. ഒരുപാട് നേരം മുഖത്ത് വയ്ക്കും വേണ്ട, മാക്സിമം ഒരു 10 മിനിറ്റൊക്കെ അത്രയൊക്കെ വെച്ചാൽ മതി മൂക്കൂരുള്ളവർ. മുഖം നല്ല നിറം വയ്ക്കണം, നല്ല ബ്രൈറ്റ് ആവണം എന്നുള്ളവർ മാത്രം ഈ പാക്ക് ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഞാൻ പീകത്തിൻ്റെ ഇവിടെയൊക്കെ തേക്കുന്നുണ്ട്, പുരിയൊക്കെ വളരാനൊക്കെ നല്ലതാണ്. എടുത്ത തൈര് മൊത്തം തീർത്തിട്ടുണ്ട്. ഇപ്പം കാണാം അല്ലേ, നേരത്തെ തൈരിൻ്റെ അളവും കാണാൻ പറ്റിയില്ല, ഭയങ്കര വെട്ടമായിരുന്നു ഇങ്ങോട്ട് വന്നതേ. 2-3 ദിവസം നല്ല വെയിലായിരുന്നു. ഇന്ന് മഴ വീണ്ടും സ്റ്റാർട്ടായി. അല്ല, ഇന്നലെ വൈകുന്നേരം തൊട്ട്. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ മഴയായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്തുണ്ടല്ലോ, ഈ ഭാഗത്ത് എന്തുകൊണ്ട് ഇങ്ങനെ കറുപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിയർക്കുമ്പോൾ നമ്മുടെ വിയർക്കുന്ന ഭാഗമാണ് നെറ്റിയുടെ ഈ 2 സൈഡ്, ചുണ്ടിൻ്റെ ഈ സൈഡ്, താടിയുടെ ഈ സൈഡ്. കവിളിൽ അങ്ങനെ ആർക്കും വിയർക്കാറില്ലല്ലോ. അപ്പം നമ്മൾ നെറ്റിയുടെ സൈഡ് വിയർക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ടവലോ കയ്യോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുടയ്ക്കും അല്ലേ. അപ്പം വീണ്ടും വിയർക്കും, വീണ്ടും നമ്മളിങ്ങനെ തുടയ്ക്കും, വീണ്ടും വിയർക്കും, വീണ്ടും ഇങ്ങനെ തുടയ്ക്കും. പിന്നെ മീശയാണെങ്കിൽ മീശയുടെ ഭാഗമാണെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ തുടയ്ക്കും, ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഒരു കറുപ്പ് ഭാഗം ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. വിയർക്കുവാണെങ്കിൽ തന്നെ ടവൽ എന്തെങ്കിലും ഉപയോഗിച്ച് പതുക്കെ ഇങ്ങനെ കുപ്പിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ ധൃതിയിൽ നമ്മൾ നെറ്റിയുടെ ഭാഗമൊന്നും തുടയ്ക്കരുത്. അങ്ങനെ തുടയ്ക്കുമ്പോൾ അവിടെ കറുപ്പ് വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മീശയുടെയും ഈ താടിയുടെയും ഈ ഭാഗത്തൊക്കെ കേട്ടോ, അത് നമ്മളത് ശ്രദ്ധിക്കണേ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെ നമ്മുടെ മുഖത്ത് പാടുകളും കലകളൊക്കെ വരുത്തുന്ന കേട്ടോ. ഇപ്പം നമ്മുടെ മുഖത്ത് എൻ്റെ മുഖത്ത് തൈര് നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും വെക്കുന്നില്ല, ഞാനൊരു 10 മിനിറ്റ് മുഖത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ മുഖം നല്ല വൃത്തിയിൽ കടലമാവ് ഉപയോഗിച്ച് കഴുകും. ഒരുപാട് കടലമാവ് വേണ്ട, കുറച്ച് കടലമാവ് മതി. അതായത് നമ്മൾ മുഖം നല്ല വൃത്തി കഴുകുമ്പം നമ്മുടെ മുഖത്ത് എണ്ണമയം എത്രയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതനുസരിച്ച് നമുക്ക് കുറച്ച് കടലമാവ് ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി. മുഖത്തുള്ള ചുളിവുകൾ നല്ലവണ്ണം കുറയും. ഈ തൈര് ഈ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തൈര് തന്നെ തേച്ചോളൂ. ചുളിവുകൾ നല്ലവണ്ണം കുറഞ്ഞു കിട്ടും, മുഖം നല്ല ബ്രൈറ്റ് ആവും, മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അധികം ആൾക്കാരും തൈര് വെച്ചുള്ള പാക്കൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. ഈ തൈര് ചുമ്മാ തേക്കുന്നതാണ്. തൈരിൻ്റെ കൂടെ നമുക്ക് വേറെ എന്ത് വേണേൽ മിക്സ് ചെയ്ത് തേക്കാം. അരിപ്പൊടി ചേർക്കാം, ഗോതമ്പ് പൊടി, മുൾട്ടാണി മിട്ടി, നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ തേക്കാം കേട്ടോ. പക്ഷേ അതൊന്നും മടിയുള്ളവർ, അതായത് അതൊക്കെ എടുക്കാനൊക്കെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ തൈര് മാത്രം ഒന്ന് മുഖത്ത് തേക്കുവാണെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പം ഞാനിത് നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മുഖത്ത് വയ്ക്കുന്നുള്ളൂ. എന്നിട്ട് കഴുകി വരാം കേട്ടോ. ഒന്ന് നമുക്ക് മുഖത്തിൻ്റെ മാറ്റം കാണാം. ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ചെയ്തത് സ്ക്രബായിരുന്നു അല്ലേ, തൈരും പഞ്ചസാരയും മാത്രമാണ് ഞാൻ സ്ക്രബിനായിട്ട് എടുത്തത്. അപ്പോൾ സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുഖം ഉണ്ടല്ലോ നല്ലൊന്ന് ക്ലീൻ ആയിട്ടുണ്ട്. മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അതെല്ലാം മാറി മുഖം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് മുകളിൽ തന്നെ നമ്മൾ വൃത്തി കഴുകിയിട്ട് സോപ്പൊന്നും ചെറുപയർ പൊടിയോ കടലമാവൊന്നും ഉപയോഗിച്ചിട്ട് ചുമ്മാ സാധാരണ വെള്ളത്തിൽ അങ്ങ് കഴുകി തോർത്തും കൊണ്ടങ്ങ് തുടച്ചു. എന്നിട്ടാണ് ഞാൻ തൈര് ചുമ്മാ ഒന്ന് ജസ്റ്റ് മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കുക മാത്രമല്ല നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. മസാജ് ചെയ്തിട്ട് വേണം നമുക്ക് മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കാൻ. ഒരു 10 മിനിറ്റ് ഞാൻ മുഖത്ത് വെച്ചോളൂ കേട്ടോ. ഇതിന് ശേഷം ഞാൻ കഴുകിക്കളഞ്ഞു. ഞാൻ സാധാരണ പച്ചവെള്ളത്തിലാണ് കഴുകിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് എണ്ണമയ മുഖത്ത് തോന്നുവാണെങ്കിൽ ഇളം ചൂടും വെള്ളം കൊണ്ട് മുഖം കഴുകുവാണെങ്കിൽ നല്ലതാണ്. അപ്പം നമ്മുടെ മുഖത്തിലെ എണ്ണമയൊക്കെ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞു കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് കടലമാവ് കുറച്ചെടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ സാധാരണ പച്ചവെള്ളത്തിലാണ് മുഖം കഴുകിയത്. മുഖം കഴുകിയതിന് ശേഷം കുറച്ച് കടലമാവ് ഉപയോഗിച്ച് മുഖത്തങ്ങ് തേച്ച്, ഒത്തിരി നേരം തേച്ച് പിടിപ്പിച്ചില്ല, ജസ്റ്റ് ഒന്ന് തേച്ചിട്ടങ്ങ് കഴുകി കളഞ്ഞു.
നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് തൈര്, ഞാൻ പറയാം, തൈര് ചുമ്മാ ദിവസം അങ്ങ് തേക്കുവാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. വെയിലൊക്കെ വരുമ്പോൾ ഞാൻ എന്നും തൈര് തന്നെയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ പിള്ളേരെ കൂട്ടാനൊക്കെ സ്കൂളിട്ട് പോയിട്ട് വരുമ്പോൾ നല്ല ചൂടും വെയിലൊക്കെ ആണല്ലോ. നമ്മൾ എത്ര സൺസ്ക്രീൻ തേച്ചാലും നല്ല ചൂടായിരിക്കും. അന്നേരം ഞാൻ മുഖം നല്ല വൃത്തി കഴുകിയിട്ട് തൈര് ജസ്റ്റ് ഒന്ന്, അപ്പോൾ നമ്മൾ ഡെയിലി തേക്കുമല്ലോ. ഡെയിലി തേക്കുമ്പോൾ നമുക്ക് 10 മിനിറ്റ് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, 5 മിനിറ്റ് വെച്ചാലും നല്ലതാണ്. 5 മിനിറ്റ് നന്നായിട്ട് അങ്ങ് ഒരു മസാജ് പോലെ ചെയ്തിട്ട് കഴുകി കളഞ്ഞാലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. കരിവാൾ ഇപ്പോൾ നല്ലോണം കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്തും ഇപ്പം തേക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ തൈര് തണുപ്പാണല്ലോ, അതായത് നമ്മളിപ്പം രാത്രിയും തേക്കൊന്നും വേണ്ട, ഇപ്പം പകൽ തേച്ചാലും പ്രശ്നമില്ല. ഇപ്പം വെയിലൊന്നും ഇല്ലല്ലോ, മഴയുള്ള സമയമാണല്ലോ, അപ്പോൾ പകൽ തേച്ചാലും നല്ല തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുവരെ തൈര് തേക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിക്കോളൂ. സ്ക്രബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ മൂക്കിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എല്ലാം പോയി മുഖം നല്ല ക്ലീൻ ആവട്ടെ. നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കും. എനിക്ക് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കുണ്ടാവും. എൻ്റെ എണ്ണമയുള്ള ചർമ്മമാണ്. അപ്പോൾ എനിക്കിവിടെ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ എനിക്കുള്ളതാണ്. ഇപ്പം അതൊക്കെ അങ്ങ് ചെയ്ത് ഉണ്ടോ, നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. മൂക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ക്ലീനായി. അപ്പോൾ നല്ല സൂപ്പർ ഒരു ഈസി പാക്കാണ്. എല്ലാവർക്കും ഈ പാക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് നാളെ നല്ലൊരു വേറൊരു ഫേസ് പാക്കായിട്ട് വരാം.